ശ്രീ മുഹമ്മദ് ഷമ്മാസ് കൂടി ചർച്ചയുടെ ഭാഗമാവുന്നുണ്ട്. ശ്രീ മുഹമ്മദ് ഷമ്മാസ്, ഇതിപ്പോൾ ഈ ക്യാമ്പസുകളിലാകട്ടെ വിദ്യാലയങ്ങളിലാകട്ടെ ഈ അക്രമ സംഭവങ്ങൾ എന്നതൊന്നും അങ്ങനെ പുതുമയുള്ള ഒന്നല്ല. പക്ഷേ അതിന്റെ രീതികൾ മാറുന്നു എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ കൊല്ലുക എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കൊല്ലാൻ ഉറപ്പിച്ച് അത് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ ചർച്ച ചെയ്ത് സംഘം ചേർന്നുകൊണ്ട് വിളിച്ചു വരുത്തി ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മറ്റു പല വിഷയങ്ങൾ പരിശോധിച്ചാലും ലഹരി വസ്തുക്കളുടെ ഉപയോഗമാകട്ടെ, റാഗിങ്ങിന്റെ പേരിൽ നടക്കുന്ന ക്രൂരതയാകട്ടെ, അതൊക്കെ പൊതുസമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു തരത്തിലല്ല പോകുന്നത്. അതിനെയൊക്കെ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ കാണുന്ന കലാലയങ്ങളും വിദ്യാലയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ സാഹചര്യം അതല്ല. തുടർച്ചയായി വരുന്ന വാർത്തകൾ, റിപ്പോർട്ടുകൾ, അവിടെയൊക്കെ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ ഇടപെടേണ്ട സമയം അതിക്രമിച്ചു പോകുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കുട്ടികൾക്ക് ജീവൻ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. വിദ്യാർത്ഥി സംഘടനകൾക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണോ ഇപ്പോഴുള്ളത്? ശ്രീ ഷമാസ്. വളരെ ഗൗരവകരമായ ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ഇന്നിപ്പോൾ കേരളത്തിലെ ഒരു പൊതു സാഹചര്യം കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഞെട്ടലോടുകൂടെ നോക്കിക്കാണുക എന്നുള്ളത് ഒരു വല്ലാത്തൊരു പ്രതിസന്ധി തന്നെയാണ്. കേരളത്തിലെ പൊതുവായൊരു സാഹചര്യത്തെ സംബന്ധിച്ച്, വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച്, ഒരു വിദ്യാർത്ഥി സമൂഹത്തെ സംബന്ധിച്ചൊക്കെ, പ്രത്യേകിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ എന്നുള്ള നിലയിൽ ഇത്തരം വിഷയങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടാനും എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഓരോ സമയത്തും നമ്മൾ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ആരാണ് ഇതിന്റെ ഉത്തരവാദികൾ, യഥാർത്ഥത്തിൽ ആരെ നമുക്ക് ഇതിന്റെ പേരിൽ പഴിചാരാൻ വേണ്ടി കഴിയുമെന്നതിനൊക്കെ അപ്പുറത്തേക്ക് എങ്ങനെ ഫലപ്രദമായി ഇതിനകത്തൊരു പരിഹാരം കാണാൻ കഴിയുമെന്ന് മറ്റെല്ലാ താല്പര്യങ്ങളും അപ്പുറത്തേക്ക് പൊതുവായി നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു രീതിയിലേക്ക്, ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. നമുക്കറിയാം എത്രത്തോളം പ്രയാസപ്പെട്ടിട്ടാണ് നമ്മുടെയൊക്കെ രക്ഷിതാക്കൾ നമ്മുടെ കേരളത്തിലെ പൊതുവായ ഒരു സാഹചര്യത്തിൽ അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രയത്നിക്കുന്നത്. പരിമിതമായ ജീവിത സാഹചര്യത്തിൽ നിന്ന് അവർക്ക് അന്നത്തെ വരുമാനത്തിൽ നിന്നുള്ള നീക്കിയിരിപ്പിൽ തങ്ങളുടെ മക്കൾക്ക് ഒരു തരത്തിലുള്ള പ്രയാസവും വരുത്താതെ ഉന്നതമായ രീതിയിൽ അവരുടെ പഠനം നടത്തി മികച്ച ജീവിത നിലവാരത്തിലേക്ക് മാറണമെന്ന് ആഗ്രഹിച്ച് എന്ത് കഷ്ടപ്പാടും പ്രയാസമുണ്ടെങ്കിലും നമ്മുടെ രക്ഷിതാക്കൾ വിദ്യാർത്ഥികളെ വളരെ ഭംഗിയായി തന്നെ അവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി മുന്നോട്ട് പോകുന്നു. ഒരു കഷ്ടപ്പാടും ഈ തലമുറയ്ക്ക് അനുഭവിക്കാത്ത, തങ്ങൾ അനുഭവിച്ച ഒരു പ്രയാസവും ഈ നാട്ടിലെ സമൂഹത്തിലെ തലമുറ അനുവദിക്കാൻ പാടില്ല എന്ന ഉദ്ദേശത്തോട് മുന്നോട്ട് പോകുന്നു. ഇതിനൊക്കെ ഇടയിലാണ് ഈ ലഹരി എന്ന് പറയുന്ന ഒരു വലിയ വിപത്ത്, ഇത്തരം അക്രമങ്ങളെയും ഈ അക്രമവാസനയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യം, ഇതിനെയൊക്കെ നമ്മൾ നേരിടേണ്ടി വരുന്നത്. വളരെ പ്രയാസത്തോടുകൂടി തന്നെ അതിനെ അതിജീവിക്കേണ്ടി വരുന്നു. അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിന് മറ്റെല്ലാ രാഷ്ട്രീയവും മറ്റ് താല്പര്യങ്ങളും എല്ലാത്തിനും അപ്പുറത്തേക്ക് തന്നെ നമുക്ക് അതിനുള്ള പോരാട്ടത്തിന് തീർച്ചയായും ഞാൻ ഇടപെട്ട് ചോദിക്കുന്നത്, ഇതിപ്പോൾ ലഹരിയുടെ ഒരു വിഷയം മാത്രമല്ല, ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഈ 2025 ശേഷം ഇന്നുവരെയുള്ള ദിവസങ്ങൾ എടുത്താൽ ഓരോ ദിവസവും ഇത്തരം ക്രൂരകൃത്യങ്ങൾ വാർത്തകളുടെ തലക്കെട്ടുകളിൽ ഇടം പിടിക്കുകയാണ്. അതിന് പല കാരണങ്ങളുണ്ടാകാം. അതിൽ മാറ്റം വരുത്തേണ്ടത് എവിടെയാണോ ആ മാറ്റത്തിലേക്ക് നമ്മൾ പോകേണ്ട സമയമാണ്. ചർച്ചകൾക്കപ്പുറത്ത് ആ മാറ്റങ്ങൾ നടപ്പിലാക്കേണ്ടത്. പഠന രീതിയിലാണ് മാറ്റം വരുത്തേണ്ടത് എങ്കിൽ അങ്ങനെ മാറണം. കുട്ടികൾക്ക് കൂടുതൽ കൗൺസിലിംഗ് പോലെയുള്ളത് നൽകേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അതിന് നമ്മുടെ ഭരണ സംവിധാനം തയ്യാറാകണം. രാസലഹരി ഉൾപ്പെടെ വ്യാപകമാണ് എങ്കിൽ അതിന് തടയിടണം. കുട്ടികളുടെ അക്രമവാസനയെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളെ ഇവിടെ ചർച്ച ചെയ്യുന്നു. അതിനാണല്ലോ സെൻസറിംഗ് സംവിധാനമുള്ളത്. അങ്ങനെയെങ്കിൽ അതിനെ കൂടുതൽ ശക്തമാക്കണം. ഇതിൽ വിദ്യാർത്ഥി സംഘടനകൾ അടക്കം പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചുവെങ്കിൽ അത് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ചർച്ചകൾക്കപ്പുറം പ്രവർത്തനത്തിലേക്ക് വരാൻ, പ്രാക്ടിക്കലായി ചിന്തിക്കാൻ, പ്രാക്ടിക്കലായി ഇടപെടാൻ ഇപ്പോൾ KSU പോലുള്ള വിദ്യാർത്ഥി സംഘടനകൾ പോലും തയ്യാറാകുന്നില്ലല്ലോ. അല്ല, ഒരിക്കലും അഭിലാഷ്, താങ്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോരോ വ്യത്യസ്ത തരത്തിലുള്ള കാരണങ്ങൾ ഇതിന്റെ പിറകിലുണ്ട്. അവിടെ ഫലപ്രദമായി ഏത് മേഖലയിലാണോ KSU ഉൾപ്പെടെ അതിനകത്ത് കൃത്യമായ പ്രാതിനിധ്യം വഹിച്ച് മുന്നോട്ട് പോകേണ്ടത്, ക്യാമ്പസുകളിലാണ് ഇതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ, നിരന്തരമായി ലഹരിക്കെതിരെയുള്ള വിവിധ തലത്തിലുള്ള പ്രചരണ പരിപാടികൾ, വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ തന്നെ മുന്നോട്ട് വച്ചിട്ടുള്ള പ്രവർത്തനങ്ങളോടൊപ്പം ചേർന്ന് നിന്നും അല്ലാതെയും ഒക്കെ പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടന തന്നെയാണ് KSU. നമ്മൾ ഓരോ വിഷയം ഇതെടുത്ത് ചർച്ച ചെയ്യുമ്പോഴും കൃത്യമായി ഒരു തരത്തിലും അത്തരം ഒരു വാസനയും പ്രോത്സാഹിപ്പിക്കുന്ന നടപടി ഇന്ന് വരെ ഈ സംഘടനയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. മാത്രമല്ല ഈ പറയപ്പെട്ട രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും
നാളിതുവരെ നടത്തി മുന്നോട്ട് പോകുന്നു. ഇനി അങ്ങോട്ടും നിരുപാധികം ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതൊന്ന്. താങ്കൾ ഇവിടെ സൂചിപ്പിച്ച 1-2 വിഷയങ്ങളോട് പറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം എങ്ങനെ ഇത് വർദ്ധിക്കുന്നു എന്നുള്ളത്, ഈ കൃത്യമായി ഇതിനാവശ്യമായ രാസലഹരി ഉൾപ്പെടെ സംസ്ഥാനത്തുടനീളം ഇത്ര സുലഭമായി ലഭിക്കുന്നത് എങ്ങനെ, ഒരു തരത്തിലും സർക്കാർ സംവിധാനങ്ങൾക്ക് അത് തടയിടാൻ കഴിയാത്തത് എന്തുകൊണ്ട്, ഇത്രയധികം NDPS ഉൾപ്പെടെയുള്ള കേസുകളിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികളാവുന്നത് എങ്ങനെ, ഏത് രീതിയിലാണ് ഇതിന്റെ വിപത്ത് പ്രതിഫലിക്കാൻ വേണ്ടി പോകുന്നതെന്ന് സംബന്ധിച്ച് സർക്കാരിനെ സംബന്ധിച്ച് പോലും വ്യക്തതയില്ല, ഒരു തരത്തിലുള്ള കണക്കുമില്ല. ഇപ്പോ നിലവിലെ സാഹചര്യത്തിൽ എത്രയധികം വിദ്യാർത്ഥികൾ ഈ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്, ഇതിന്റെ സോഴ്സ് എവിടെ നിന്നാണ്, ഏത് രീതിയിൽ നടപടികൾ സ്വീകരിച്ചെന്നത് പോലും എന്നത് സംബന്ധിച്ച് പോലും ഒരു തരത്തിലുള്ള കണക്കും സർക്കാരിന്റെ കയ്യിലില്ല എന്നുള്ളത് ഒരു വശത്ത്. പിന്നെ താങ്കൾ ഇവിടെ പറഞ്ഞതുപോലെ ലഹരി മാത്രമല്ല പ്രശ്നം. ഇവിടെ ഏറ്റവും അടിസ്ഥാനം, ഇപ്പൊ ലഹരി ഉപയോഗിച്ചിട്ടല്ലോ മാതാപിതാക്കളെ തലക്കടിച്ച് കൊല്ലുന്നതും മറ്റീ പറഞ്ഞതുപോലെ സ്വന്തം സഹോദരങ്ങളെയും മറ്റാളുകൾ കുടുംബാംഗങ്ങളെയൊക്കെ ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെ ഇങ്ങനെ ക്രൂരമായി കൊലപ്പെടുത്തുന്നത്. അത് ലഹരിയുടെ ഉപയോഗം കൊണ്ട് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുമോ? പലതരത്തിൽ വിദ്യാർത്ഥികളെ യുവതലമുറയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിലുണ്ട്. അത് ഫലപ്രദമായി തിരിച്ചറിഞ്ഞ് തിരുത്തി തന്നെ മുന്നോട്ട് പോകണം. അത് സിനിമയുണ്ടെങ്കിൽ സിനിമ തിരുത്തണം എന്നേ. ഏതെങ്കിലും തരത്തിൽ സിനിമയുടെ നായകന്മാരെ കൊണ്ട് അല്ലെങ്കിൽ നടന്മാരുടെ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി അല്ലെങ്കിൽ സിനിമ എന്ന സംരംഭത്തെ ചൂണ്ടിക്കാട്ടി, ആ മേഖലയെ ചൂണ്ടിക്കാട്ടി ഈ വിപത്തിനെ നമുക്ക് കണ്ടിൽ നടിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. സമസ്ത മേഖലയിലും പ്രശ്നങ്ങളെ കുറിച്ച് കൃത്യമായി പഠിച്ചതിന് പരിഹാരമാണ് വേണ്ടത്. കേവലം പരസ്പരമുള്ള ആരോപണങ്ങൾക്ക് പ്രത്യേക ഇന്നതാണ് കാരണമെന്നതിനപ്പുറത്തേക്ക്, ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനപ്പുറത്തേക്ക് കൃത്യമായ ഇടപെടൽ നടത്തി ഈ ക്യാമ്പസുകളിലും പൊതുസമൂഹത്തിലുണ്ട് പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുക എന്നുള്ളത് നേരത്തെ തന്നെ ഉയർന്നു വന്നിട്ടുള്ള കാര്യമാണ്. ഈ പറഞ്ഞ ഇപ്പോഴും നമ്മുടെ സ്കൂളുകളിലും വ്യത്യസ്ത സ്ഥലങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിപ്പിക്കുന്നതൊക്കെ പരമ്പരാഗത രീതിയാണ്. അവിടെയൊക്കെ ഈ ഭവിഷ്യത്തുകളെ കുറിച്ച്, ഈ ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ച്, അതിന്റെ പിന്നാമ്പുറത്തെക്കുറിച്ച്, അതിന്റെ ശിക്ഷയെക്കുറിച്ച് എല്ലാം തന്നെ കൃത്യമായി പ്രതിഫലിക്കുന്ന രീതിയിലേക്കുള്ള പാഠ്യപദ്ധതി പരിഷ്കരണം ഉൾപ്പെടെ നടത്തി മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അക്കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെ നിർണായകമായ തീരുമാനങ്ങൾ എടുത്ത് സർക്കാർ ഉൾപ്പെടെ മുന്നോട്ട് വരേണ്ടതുണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ. ഞാൻ താങ്കളിലേക്ക് വരാം.